ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്ററ്റ് കാറ്റഗറി 3യുടെ സിലബസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ പേപ്പറും അതുപോലെ തന്നെ കേറ്ററ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ഉള്ള പേപ്പറുമാണ് നമ്മളിന്ന് സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി 3 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പാഠപുസ്തകത്തോടൊപ്പം എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. കേറ്ററ്റ് കാറ്റഗറി 3യുമായി അല്ലെങ്കിൽ കേറ്ററ്റ് നമ്മുടെ സൈക്കോളജിയുടെയും ഫിലോസഫിയുടെയും കുറേയേറെ ക്ലാസ്സുകൾ നമ്മളുടെ ഈ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് ആ ക്ലാസ്സുകൾ ഉപകാരപ്രദമാക്കണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേറ്ററ്റ് കാറ്റഗറി 3 സിലബസ് ആണ്. കാറ്റഗറി 3 പേപ്പർ 3 എന്ന് പറയുമ്പോൾ 8 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വരും കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ കാറ്റഗറി 3ൻ്റെ അകത്ത് വരുന്നത് ആദ്യത്തേത് അഡോളസെന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് അഡോളസെന്റ് സൈക്കോളജിയും അതുപോലെ തന്നെ ലേണിംഗ് തിയറീസും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ ടോപ്പിക്കുകളാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത്. അതുപോലെ തന്നെ തിയറീസ് ഓഫ് ലേണിംഗിൽ നിന്നും വരുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. അതുപോലെ തന്നെ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഗിഫ്റ്റഡ്, ബാക്ക്വേർഡ്, മെൻ്റലി ചലഞ്ച്ഡ്, ഫിസിക്കലി ചലഞ്ച്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അടുത്തതായിട്ട് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് പേപ്പർ 2 ആണ്, ലാംഗ്വേജ് ആണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഈ 4 ലാംഗ്വേജുകളും നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കാം. പേപ്പർ 2ൽ വരുന്നത് ലാംഗ്വേജ് ഫസ്റ്റിൽ ഏതാണ്? മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ്, കന്നഡ. അതിൽ മലയാളത്തിൽ വരുന്നത് അവധാരണം, ഗദ്യഭാഗം, അതുപോലെ തന്നെ അവധാരണം, പദ്യഭാഗം, ആശയവിനിമയം, അതുപോലെ തന്നെ ഭാഷാജ്ഞാനം. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഗ്രാമറൊക്കെയാണ് വരുന്നത്. കോംപ്രിഹെൻഷൻ, എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, പാസേജ് തന്നിട്ട് അതിൽ നിന്നും എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ഗ്രാമർ പോർഷൻസ് ആണ് കുറച്ച് വരുന്നത്. അതുപോലെ തമിഴാണെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷൻ പ്രോസ്, റീഡിങ് കോംപ്രിഹെൻഷൻ പോയം, അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിച്ചത് എന്താണോ കണ്ടന്റ് അത് തന്നെയാണ് തമിഴിലും വരുന്നത്. കന്നഡയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് കന്നഡയിലും വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി നമ്മൾ സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസ് ആണ്. നമ്മൾ ഇപ്പോൾ ഡിഗ്രിക്ക് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ നമ്മൾ പഠിച്ചത് അതാണ് നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് സ്പെസിഫിക്കേഷൻ പേപ്പറിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് 2 പോർഷനായിട്ടാണ്. ഇപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം നമ്മുടെ സബ്ജക്റ്റും അതിൻ്റെ അകത്ത് വരും. അതുപോലെ തന്നെ അതിൻ്റെ പെഡഗോജിയും വരും കേട്ടോ. ടീച്ചിങ് പെഡഗോജിയും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കൂടാതെ സംസ്കാരം വരെയുള്ള ടോപ്പിക്കാണ് മലയാളത്തിൽ ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഇംഗ്ലീഷുണ്ട്. ഇംഗ്ലീഷിൽ പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ ആ സബ്ജക്റ്റ് സ്പെസിഫിക്കേഷൻ ഏരിയാസ് ആണ് ഇതിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. ചുവടെ തന്നിരിക്കുന്ന ഈ ടോപ്പിക്കുകളൊക്കെയാണ് അതിന് നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത് തമിഴാണ്. തമിഴിലും വരുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ സ്പെസിഫിക്കേഷൻ പോയിന്റ്സ് ആണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. അതാണ് തമിഴിൽ നിന്നും വരുന്നത്.
അടുത്ത കന്നഡയാണ്. കന്നഡ സ്പെസിഫിക്കേഷൻ ഉള്ളവർ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പെഡഗോജി ഉണ്ട് അതിൻ്റെ അകത്ത്. പെഡഗോജിയിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഹിന്ദി ആണെങ്കിൽ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ ഹിന്ദി. എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു ഹിന്ദിയുടെ സിലബസ് വേണോന്ന്. അപ്പൊ ഇത് ഹിന്ദിയുടെയാണ്. അപ്പൊ ഹിന്ദി എന്ന് പറഞ്ഞ സബ്ജക്ട് സ്പെസിഫിക്കേഷനിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഇത്. ഏകദേശം എല്ലാ സബ്ജക്റ്റിലും തന്നെ ഒരേപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മളുടെ ആ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ ഏരിയാസ് വരുമ്പോൾ അത് ഇപ്പൊ വ്യത്യസ്ത വിഷയങ്ങളാണെങ്കിൽ കൂടിയും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. സബ്ജക്റ്റിലുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമുക്കറിയാം ഈ കാറ്റഗറി 3യിൽ നമ്മൾ 8 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അറിയണം കേട്ടോ നമ്മൾ. അപ്പോൾ അത്ര അതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അടുത്ത ഹിന്ദിയുടെ പാഠ്യക്രമമാണ്. ഹിന്ദിയിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ ചുവടെ തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കൂടാതെ ഇതും വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഹിന്ദിയിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അടുത്തത് അറബിക്കാണ്. അറബിക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക്കിൽ ഇത്രയും ടോപ്പിക്കുകളാണ് വരുന്നത്. പെഡഗോജി എന്ന് പറഞ്ഞ ആ വിഷയം നമ്മൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിന്നും ചോദ്യങ്ങൾ അത്യാവശ്യം ചോദിക്കാറുണ്ട്. അടുത്ത ഉറുദു ആണ്. ഉറുദു സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നവർക്ക് ഉറുദുവിൽ നിന്നും വരുന്ന ടോപ്പിക്കുകളാണ് ഈ തന്നിരിക്കുന്നത്. ഉറുദുവിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അടുത്തത് സാൻസ്ക്രിറ്റ് ആണ്. സാൻസ്ക്രിറ്റിൽ നിന്നും വരുന്ന പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് സാൻസ്ക്രിറ്റ് പോർഷനിൽ നിന്നും ചോദിക്കുന്നത്. സാൻസ്ക്രിറ്റ് മെയിൻ വിഷയമായിട്ട് എടുത്തവരെ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അതുകൂടാതെ ഇനി ഫിസിക്കൽ സയൻസ്, നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി രണ്ടും കൂടിയാണ് നമ്മൾ ഫിസിക്കൽ സയൻസിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഫിസിക്കൽ സയൻസിൽ നിന്നും വരുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഫിസിക്സിൽ നിന്നും വരുന്നത് വേവ്, മോഷൻ, ലൈറ്റ്, അതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ് ആൻഡ് പ്രഷർ, ഹീറ്റ്, അതുപോലെ തന്നെ മോഷൻ, ഗ്രാവിറ്റേഷൻ, വർക്ക് ആൻഡ് എനർജി, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, എഫക്ട്സ് ഓഫ് കറന്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിൻ്റെ കീഴിൽ വരുന്ന ഇത്രയും ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ അത് കൂടാതെ ഇലക്ട്രോണിക്സും കൂടി വരും. അടുത്ത കെമിസ്ട്രി പോർഷനിൽ നിന്നും വരുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, മെറ്റൽസ്, സൊല്യൂഷൻസ്. അതുകൂടാതെ കൊളോയിഡ്സ്, നേച്ചർ ഓഫ് മാറ്റർ, സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, നോൺ മെറ്റൽസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്, ഗ്യാസ് ലോസ്, കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഇത്രയുമാണ് അതിൽ നിന്നും വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പെഡഗോജി പോർഷനും കൂടി ഉണ്ട്. നമ്മൾ സബ്ജക്റ്റ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ പെഡഗോജിയും കൂടി പഠിക്കണം, നിങ്ങൾ നോക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഫിസിക്കൽ സയൻസ് എന്നതിൽ നിന്നും വരുന്ന പെഡഗോജി പോർഷൻസ് ആണ് ഈ ചുവടെ തന്നിട്ടുള്ളത്.
അടുത്ത നമുക്ക് നാച്ചുറൽ സയൻസിന്റെ നോക്കാം. നമുക്കറിയാം ബോട്ടണിയും സുവോളജിയും രണ്ടും ഉണ്ട് അല്ലെ. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ ബോട്ടണി സുവോളജി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതില് ആദ്യത്തേത് ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ്, സെൽ ആൻഡ് സെൽ ഡിവിഷൻ, അനാട്ടമി ഓഫ് പ്ലാന്റ്സ്, ഹ്യൂമൻ ഫിസിയോളജി, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ്, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, സ്ട്രാറ്റജീസ് ഇൻ എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആപ്ലിക്കേഷൻസ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഓർഗാനിസംസ് ആൻഡ് എക്കോസിസ്റ്റം, പോപ്പുലേഷൻ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇവല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. നമുക്കറിയാം ബോട്ടണിയും സുവോളജിയിൽ നിന്നുള്ള ടോപ്പിക്കുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് 27 പാഠങ്ങളാണ് മെയിനായിട്ടും, 27 പോയിന്റ്സ് ആണ് മെയിനായിട്ടും പറയുന്നത് നമ്മളുടെ ഈ നാച്ചുറൽ സയൻസിന്റെ കേറ്ററ്റിന് ചോദിക്കുക. അതുപോലെ തന്നെ അതിന്റെ പെഡഗോജി പോർഷൻസും ചോദിക്കാറുണ്ട്. യുനെസ്കോ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ബ്രോഡ് നാഷണൽ ഗോൾസ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസ്, പെഡഗോജി പോർഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത നമുക്ക് മാത്തമാറ്റിക്സ് നോക്കാം. മാത്തമാറ്റിക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുക എന്ന് നോക്കാം. ഈ ചുവടെ തന്നിട്ടുള്ള ഈ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മുടെ മാത്സിൽ ചോദിക്കുക. ട്രിഗ്നോമെട്രിയൊക്കെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പെഡഗോജി ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. മാത്സിൻ്റെ പെഡഗോജി ചോദ്യങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. അടുത്ത സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൽ നിന്നും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പെഡഗോജി, ഇത്രയും കാര്യങ്ങളാണ്. ഹിസ്റ്ററിയിൽ നിന്നും കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരാറുണ്ട്. ജോഗ്രഫിയിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. 15 ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം വരാവുന്നത്. എക്കണോമിക്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ഏകദേശം 10 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിന്റെ പെഡഗോജി പോർഷൻസ് ആണ്. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി, ജോഗ്രഫി വരുമെന്ന് നമുക്കറിയാമല്ലോ. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്ക് കൂടാതെ അതിന്റെ പെഡഗോജിയും കൂടി ചോദിക്കാറുണ്ട്. പെഡഗോജിയിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേറ്ററ്റ് കാറ്റഗറി 3യുടെ സിലബസ് ആയിരുന്നു. നമ്മൾ മെയിൻ പേപ്പറും നോക്കിയായിരുന്നു. അതുപോലെ തന്നെ അതുകൂടാതെ നമ്മൾ സ്പെസിഫിക് ഏരിയാസും ലാംഗ്വേജും അതുപോലെ തന്നെ സ്പെസിഫിക് ഏരിയാസും ഇന്ന് ഡിസ്കസ് ചെയ്തു. പാഠപുസ്തകത്തോടൊപ്പം എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ചാനലിന്റെ വിജയം. ശരിക്കും നിങ്ങളാണ് ഈ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചാനലിന്റെ ഒരു വിജയം എന്നുള്ളത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ കേറ്ററ്റിന്റെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പ്രചോദനം വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.